MLA ഓഫീസിലെത്തിയ രാഹുൽ ഇനി കൂടുതൽ പ്രതികരണങ്ങൾക്കില്ല എന്ന നിലപാടിലാണ്. നിങ്ങൾ ഇനി എത്ര നേരം നിന്നാലും ഇന്ന് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. അതിനപ്പുറം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പറയാൻ ഉദ്ദേശിച്ചത് മാത്രമേ പറയുള്ളൂ എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അവസാനിച്ചു. എനിക്ക് പറയാനുള്ളത് പറഞ്ഞു, അവസാനിച്ചു. ഓക്കെ ഓക്കെ ഓക്കെ. എനിക്കിന്ന് പറയാനുള്ളത് പറഞ്ഞു, അവസാനിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടുതൽ പ്രതികരണത്തിനില്ല. തനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു, ഇത്ര മാത്രമേ പറയാനുള്ളൂ എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. അപ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിലുള്ള ഷോ ഓഫ് തുടരുന്നുണ്ട്. അവിടെ കൂടിയാലോചനകൾ നടത്തുന്നു, ചിരിക്കുന്നു, മറ്റ് ആശയവിനിമയങ്ങൾ നടത്തുന്നു. മറ്റ് ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. ഞാൻ ഇന്ന് ഇത്ര മാത്രമേ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. 15 ദിവസം പരാതിക്കാരി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി പരാതി കൈമാറിയ അന്ന് പാലക്കാട് കണ്ണാടി പഞ്ചായത്തിൽ നിന്ന് മുങ്ങിയതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. MLA വാഹനം ഉപേക്ഷിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പല ഒളിയിടങ്ങളിലേക്ക് പോയത്. അവിടെ നിന്ന് 15-ാം ദിവസം കോടതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിലെ നിങ്ങൾ എത്ര ചോദ്യം ചോദിച്ചാലും എത്ര നേരം നിന്നാലും എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ. പാർട്ടി നടപടിയെ കുറിച്ച് താങ്കളുടെ പ്രതികരണം എന്താണ്? പാർട്ടി നടപടിയെ കുറിച്ചുള്ള ചോദ്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനിയൊന്നും പറയാനില്ല എന്നാണ് പറയുന്നത്. ഈ കോമാളി ചിരി കാണിക്കാൻ വേണ്ടി മാത്രം രാഹുൽ മാങ്കൂട്ടത്തിന് മുന്നിൽ മൈക്ക് പിടിക്കണമോ എന്ന് മാധ്യമങ്ങൾക്ക് കൂടി ചിന്തിക്കാവുന്നതാണ്. രണ്ടിലധികം സ്ത്രീകളുടെ പരാതികൾ നമുക്ക് മുന്നിലുള്ളതാണ്. അത് ഓക്കെ നോക്കിയതാണ് ഫയലിലെ റൂമിൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടുതൽ പ്രതികരണത്തിനില്ല. താൻ പാലക്കാട് തന്നെ ഉണ്ടാകും എന്ന സന്ദേശം പാലക്കാട് എത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയിട്ടുണ്ട്. MLA സ്ഥാനം രാജിവെക്കില്ല എന്നതിന്റെ സൂചനകളും നൽകിയിട്ടുണ്ട്. പാലക്കാട് തുടർന്നും ഉണ്ടാകും എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കുവെക്കുന്ന വിവരം. പുറമേക്ക് പ്രതികരണം സത്യമേവ ജയതേ, ഒപ്പം തന്നെ കോടതിയിൽ പറയും. കോടതിയിൽ എനിക്കെതിരെയുള്ള കാര്യങ്ങളും കോടതിയിലുണ്ട്, എനിക്ക് പറയാനുള്ളതും ഞാൻ കോടതിയിൽ പറയും എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. അവിടെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുടെ ഉൾപ്പെടെ പിന്തുണയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ 15 ദിവസത്തെ ഒളി സങ്കേതം അവസാനിപ്പിച്ച് ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് എത്തിയത്. പാലാന ഹോസ്പിറ്റലിന്റെ പരിസരത്ത് ഒരു കോഫി കുടിക്കാൻ വന്ന ആൾ കോഫി കുടിക്കാൻ വന്നാണ്. കോഫി കുടിക്കാൻ ക്യാൻറ്റീനിൽ. ഇത് ഏത് ഹോസ്പിറ്റൽ? മലബാർ മലബാർ ഹോസ്പിറ്റലാണ്. മലബാർ ഹോസ്പിറ്റൽ ആംബുലൻസ് മലബാർ ഹോസ്പിറ്റൽ ആംബുലൻസ്. എനിക്ക് എതിരെ പറയാനുള്ളതും എനിക്ക് പറയാനുള്ളതും രണ്ടും ബഹുമാനപ്പെട്ട കോടതിയുടെ മുൻപാകെയുണ്ട് അല്ലേ? കോടതിയുടെ മുൻപാകെയാണുള്ളത്.
ഈ കോടതിയാണ് ഒരു തീരുമാനം ഉണ്ടാക്കേണ്ടതും തീർപ്പുണ്ടാക്കേണ്ടതും. അതിനപ്പുറം എനിക്ക് തൽക്കാലം ഒന്നും പറയാനില്ല. എല്ലാം പറയാനുള്ളതെല്ലാം ഞാൻ കോടതിയിൽ പറയും. എനിക്കെതിരെ പറയാനുള്ളതും കോടതിയിൽ തന്നെ പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അത് ഈ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്. അതിനപ്പുറം ഒന്നും ഞാൻ പറയാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നു. തൽക്കാലം ഞാൻ ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നു. തൽക്കാലം ഇതിനപ്പുറം ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നു. തൽക്കാലം ഇതിനപ്പുറം ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നു. ഹലോ ചേട്ടാ അങ്ങോട്ട് വിളിച്ചേട്ടാ ഞാൻ ഇത്ര ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതിനപ്പുറവും ഇപ്പുറവും എന്നിൽ നിന്ന് കിട്ടില്ല. ഇപ്പോൾ ഇതിനപ്പുറം ഒന്നും എന്നിൽ നിന്ന് കിട്ടില്ല. ഇത്ര ഞാൻ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അത് ഞാൻ പ്രിയ ചേച്ചിയോട് വളരെ ബഹുമാനത്തോടുകൂടി പറഞ്ഞു. അതവിടെ അവസാനിച്ചു. എൻ്റെ പ്രതികരണം അവസാനിച്ചു. ബാക്കിയൊക്കെ ഇനി നിങ്ങൾക്ക് സ്പെക്കുലേറ്റ് ചെയ്യാം, ആൻറ്റിസിപ്പേറ്റ് ചെയ്യാം, പ്രൊപ്പഗേറ്റ് ചെയ്യാം. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ബഹുമാനപ്പെട്ട നീതിന്യായ കോടതി ഇടപെട്ടിട്ടുണ്ട്. എനിക്കെതിരെ പറയാനുള്ളത് നീതിന്യായ കോടതി ഇടപെട്ടിട്ടുണ്ട്. ഇനി ബാക്കി കോടതി തീരുമാനിക്കും. പറയാമല്ലോ. നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. വരും ദിവസങ്ങളിൽ തന്നെ മനസ്സിലാവുമല്ലോ. അതിനകത്തൊരു തർക്കമുണ്ട്. പിന്നെ ഇവിടെ തന്നെ ഇവിടെ തന്നെ ബാക്കിയൊക്കെ നമുക്ക് പിന്നെ പറയാം. സമയം ബാക്കി നമുക്ക് പറയാൻ വെറുതില്ലല്ലോ. പാലക്കാട് തന്നെ ഉണ്ടാകും എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. പാലക്കാട് തന്നെ ഉണ്ടാകും, നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ കാര്യങ്ങൾ എന്നതാണ്. ഞാൻ എന്താണ് ചെയ്യുന്നത്, എന്താണ് ഞാൻ കൊടുക്കുന്ന സന്ദേശം എന്നത് നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുന്നു. ഒരു ഉളുപ്പുമില്ലാതെ ചിരിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ മാധ്യമങ്ങളെ കൗശലം കാണിച്ചുകൊണ്ട് ഞാൻ പറയാനുള്ളത് പറഞ്ഞു. എന്റെ 2 വാചകമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി അനുവദിച്ചിട്ടുള്ളത്. അതിനപ്പുറം ഒരു വാചകവും പറയില്ല എന്ന വാശിയിൽ തുടരുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മറക്കുന്നത് ലൈംഗിക പീഡന കേസിലെ പ്രതിയാണ് താൻ എന്നതിനപ്പുറം ഒരു ജനപ്രതിനിധി കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ബോധ്യം രാഹുൽ മാങ്കൂട്ടത്തിന് വേണം. ആ MLA സ്ഥാനത്താണ് ഇപ്പോൾ കടിച്ചു തൂങ്ങിയിരിക്കുന്നത് എന്ന ബോധ്യം രാഹുൽ മാങ്കൂട്ടത്തിന് പോകണം. അങ്ങനെ ഒരു ജനപ്രതിനിധിയോടാണ് അയാൾക്കെതിരെ ഉയർന്നിട്ടുള്ള ഗൗരവമുള്ള പരാതികൾ എന്താണ് പ്രതികരണം എന്ന് തേടുന്നത്. അതിൽ ഒന്നും പറയില്ല എന്ന വാശി, അതും ചിരിച്ചുകൊണ്ട് മാധ്യമങ്ങളെ കൊഞ്ഞണം കുത്തുന്ന തരത്തിൽ പറയുമ്പോൾ എന്താണ് MLA സ്ഥാനത്തിരിക്കാനുള്ള യോഗ്യത എന്നതുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഓർക്കണം. 5 വർഷത്തേക്ക് ജനങ്ങൾ തന്നിട്ടുള്ള, അല്ലെങ്കിൽ ജനങ്ങളുടെ വിധി എന്ന് പറയുന്നത് അവർക്ക് തിരുത്താനാകാത്തതിന്റെ ഗതികേടാണ് പാലക്കാട്ടെ ജനങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 2 ഗൗരവമുള്ള പരാതികൾ, അതിൽ ബലാത്സംഗം നടന്നു എന്ന അതിഗൗരവമുള്ള 2ാമത്തെ പരാതി. അങ്ങനെ നിരവധി പരാതികൾ നേരിട്ട് അവിടെ നിന്ന് ഒളിച്ചോടി നിയമ സംവിധാനത്തിന് മുന്നിൽ നിൽക്കാതെ 15 ദിവസം ഒളിവിടത്തിൽ നിന്ന് മടങ്ങിയെത്തുമ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാനുള്ള ചില വാചകങ്ങളെങ്കിലും പഠിച്ചു വെക്കണമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. അതില്ലാതെ കോക്കറി കുത്തുന്ന രീതിയിൽ തന്റെ ചിരി കൊണ്ട് എല്ലാം അവസാനിപ്പിക്കാമെന്ന ബോധ്യത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ എന്തോ വലുത് നേടി എന്ന ഭാവത്തിലിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു രാഷ്ട്രീയ അശ്ലീലമായി കൂടി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒരു ചോദ്യത്തിനും മറുപടിയില്ല. 15 ദിവസം കണ്ണാടി പഞ്ചായത്തിൽ സ്ഥാനാർത്ഥിക്കൊപ്പം പ്രചരണത്തിന് നിന്ന് അവിടെ നിന്ന് മുങ്ങിയ രാഹുലാണ് പല ഇടങ്ങൾ, പല ഒളി സങ്കേതങ്ങൾ അവിടെയൊക്കെ താമസിച്ച് സേഫായി എന്ന് ബോധ്യപ്പെട്ട ഒരു സമയത്ത് പാലക്കാട് വന്നിപ്പോൾ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പാലക്കാട് തന്നെ താൻ കാണും, എല്ലാം നിങ്ങൾക്ക് ബോധ്യമാകുന്നില്ലേ എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുന്നത്.